കൺഗ്രാറ്റുലേഷൻസ്. ഇത്തവണ കൺഫേംഡാ. സ്കാൻ ചെയ്യണം. ഞാൻ കുറച്ച് മെഡിസിൻസ് എഴുതുന്നുണ്ട്, അത് കഴിച്ചു തുടങ്ങിക്കോ. ഓക്കെ. ഈ വാർത്ത ഗ്രൂപ്പിൽ ഫ്ലാഷ് ചെയ്യാൻ ജിതേഷിനോട് പറയട്ടെ. പഴയ പ്രണയ ജോഡികള് അപ്പനും അമ്മയാവും പോണോന്ന്. ജിതേഷിനോട് പറഞ്ഞു. പക്ഷേ ഈ കാര്യം ഇപ്പോ ഗ്രൂപ്പിൽ പറയണ്ട. നാളെ സിദ്ധാർത്ഥിന്റെ ബാച്ചലർ പാർട്ടി ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ ഈ കാര്യം അവിടെ ഒരു സർപ്രൈസ് ആയിട്ട് അവതരിപ്പിക്കാം. പറഞ്ഞ പോലെ നാളെ സിദ്ധുവിന്റെ പാർട്ടി അല്ലേ, ഞാനതങ്ങ് മറന്നുപോയി. അങ്ങനെ ഗ്രൂപ്പിലെ ക്രോണിക് ബാച്ചലറും പെട്ടു അല്ലേ അനി? അതെ അതെ, എത്ര നാളായിട്ട് കാത്തിരിക്കുക അവന്റെ കല്യാണം കൂടെ. കോളേജ് കഴിഞ്ഞിട്ട് ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് ദാറ്റ്സ് റിയലി നൈസ്. അതെല്ലാരും കൂടെ ഒറ്റ സ്ഥലത്ത് താമസവും. നയന, ഞാൻ ലീവ് എടുക്കേണ്ടി വരുമോ? ഇപ്പൊ വേണ്ട, പക്ഷെ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം വന്നാൽ ലീവ് എടുത്തല്ലേ പറ്റൂ. എടോ, എനിക്ക് ഒത്തിരി ദിവസം ലീവ് എടുക്കാനൊന്നും ഒക്കത്തില്ല. ഇവിടെ ഒരാൾ ഒന്നിലും ഉറച്ചു നിൽക്കാതെ ജോലി മാറി മാറി വർഷത്തിൽ പകുതി മാസം പോലും ശമ്പളം കിട്ടാനില്ല. ഇന്ന് ഫ്ലാറ്റിൽ ഗംഭീര പരിപാടികളാണല്ലോ, നേരത്തെ വരില്ലേ? എന്തെല്ലാം ടെൻഷനിലൂടെ ഞാൻ കടന്നു പോകുന്നത് എനിക്കറിയാലോ ഫിദ. എന്നാൽ ഷൈനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ ചിന്തയില്ല. ചില സമയത്ത് പെരുമാറ്റം കാണണം. ഞാൻ അവളുടെ കാശെടുത്ത് ബിസിനസ് ചെയ്യുന്നതിൻ്റെ ധാർഷ്യ. എക്സ്ക്യൂസ് മീ സർ, റിപ്പീറ്റ്. ഷോ സർ. നിനക്കേ അല്ലെങ്കിലും കുറച്ച് ഈഗോ കൂടുതലാ. ഷൈനി എന്തെങ്കിലുമൊക്കെ പറയുന്നതാ, നീ അതൊന്നും കാര്യാക്കണ്ട. എടോ, എത്ര കാശാണ് ആർഭാടം കാണിച്ച് പൊട്ടിക്കുന്നതെന്നറിയോ? ഇനിയിപ്പോൾ ഞാൻ കാശ് കൊടുത്തില്ലെങ്കിൽ അവൾ വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടം മേടിക്കും. എടാ, അത് നീ പറയരുത്. ഷൈനി നല്ല കാശുള്ള വീട്ടിൽ വളർന്നല്ലേ, അപ്പൊ ആ രീതികളൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ? ഇനിയിപ്പോൾ നിന്റെ വായിരിക്കുന്ന കൂടെ കേൾക്കാനേ ബാക്കിയുള്ളൂ. നീയും കുറേ പേരെ കൊണ്ട് എൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടല്ലോ. ഞാൻ അങ്ങനെ വല്ലതും പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ? പണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ നീയും ഞാനും വരുന്ന കട്ട കമ്പനി. നിന്നെ എങ്ങനെ കിട്ടിയാൽ മതിയായിരുന്നു. അതെ, ഷൈനി കേൾക്കണ്ട. എടോ ചെമ്മീൻ ജോസേ, എന്തോ കാര്യം ശരിയാ. തനിക്ക് ഇതിനു മുമ്പ് ഞാൻ ബാലൻസ് കാശ് മറിച്ചു തന്നിട്ടുണ്ട്. ഉണ്ട് സാർ. പക്ഷെ അതൊക്കെ ചെറിയ തുകയാ. എന്തെങ്കിലും തട്ടുകേട് പറ്റിയ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. എന്റെ പൊന്ന് സാറേ, സാറ് പേടിക്കാണ്ടിരിക്കുക. വെളുപ്പിനെ ലോഡ് കയറിയ നാളെ രാത്രിയാകുമ്പോഴത്തേന് അവിടെ എത്തും. തിങ്കളാഴ്ച രാവിലെ 9 മണിന്നൊരു സമയമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാശ് ഇവിടെ തിരിച്ചെത്തിച്ചിരിക്കും സാറേ. ഇത് ജോസാ സാറേ പറയുന്നേ. ആ, എത്ര ഉണ്ട്? 54 13 600. 50 ലക്ഷം കൊടുക്ക്, ബാക്കി ലോക്കറിൽ വെച്ചേക്ക്. ഓക്കെ. ഹലോ, ഇല്ല ഞാൻ ഇറങ്ങിയില്ല. ഞാൻ ഷൈനി ചേച്ചിയുടെ ഫ്ലാറ്റിലാ. ഞങ്ങൾ ദീപാവലി പരിപാടിക്ക് കുറച്ച് സ്വീറ്റ്സ് ഉണ്ടാക്കുക. ആ, ഈ സാമിച്ചായനെ ജോലി കാശ് ഈ ഒരൊറ്റ വിചാരേ ഉള്ളൂ. ഞാനിടയ്ക്ക് വെറുതെ കളിയാക്കി പറയും, 1 രൂപ എങ്ങാനും പോയാ ഈ ചായൻ തന്നെത്താൻ കുത്തിച്ചാവൂന്ന്. ഏത് ജോലിയിലും ഫുൾ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിലേ സക്സസ്ഫുൾ ആവും. പിന്നെ കാശ് സമ്പാദിക്കുന്നത് അതൊരു മിടുക്ക. അതൊക്കെ ശരിയാ ചേച്ചി, പക്ഷെ കാശ് മാത്രം പോരല്ലോ, ജീവിതവും വേണ്ടേ? കാശിന് കാശ് തന്നെ വേണം മെറിൻ. അതില്ലാതെ വരുമ്പോ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഹലോ മാഡം നയൻസ്, ഞാൻ ദാ സിദ്ധുവിനെ കൂടി ഇറങ്ങാൻ പോവാ. ദിവാലി സെലിബ്രേഷൻസ് ഉള്ളതാണേ. ആ പരിപാടി നമുക്ക് പൊളിയാക്കുന്നേ. പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ സക്രിയ ആനിയും കൂടെ വന്നിരുന്നു. ആനി ക്യാരിങ്ങാ. വേണ്ട വേണ്ട, ഇപ്പം ആരോടും പറയണ്ട. നാളെ സിദ്ധുവിന്റെ പരിപാടിയിൽ സർപ്രൈസ് ആയിട്ട് അവതരിപ്പിക്കാൻ അവരുടെ പ്ലാൻ. ശരി ശരി, ഞങ്ങളങ്ങ് എത്തിയേക്കാം. നീ ഇതൊരു ഇറങ്ങിയില്ലേ? ആരതി മതിയടാ, കല്യാണം കഴിഞ്ഞ വല്ലതും പറയാൻ വേണ്ടേ? ഒരു മിനിറ്റ്. ആ എന്നാ ശരി, താരു കാര്യം ചെയ്യും. നാളെ എടപ്പള്ളി മൈജിയുടെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്താൽ മതി. ഞങ്ങൾ വരുന്ന വഴിക്ക് പിക്ക് ചെയ്തോളാം. ഓക്കെ? ആ ശരി. എടാ നമ്മുടെ ആനിയില്ലേ? ആ മനസ്സിൽ വെച്ചിരുന്നാൽ മതി, ആരടുത്ത് പറയേണ്ടതെന്നാണ് നയന പറഞ്ഞേക്കുന്നത്. നാളെ സർപ്രൈസ് ആയിട്ട് പൊട്ടിക്കാതിരിക്കുക. ഓഹോ, The seats.
നയനെ ജിതേഷിനെ ഒന്ന് ശ്രദ്ധിച്ചോ, കൊച്ചു പെമ്പിള്ളേരുടെ കൂടെയാ കളി. ആ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല ഷൈനി. കണ്ട എടാ, ഭാര്യമാരെ ഇങ്ങനെ വേണം. നമ്മളൊക്കെ ആയിരുന്നെ കാണായിരുന്നു. അതിനും വേണം ഒരു മിടുക്ക്. വല്ല കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ മാത്യു അവിടെ പോയി. മാത്യു, ഒരു മിനിറ്റ്, ഞാൻ ഷൈൻ എടുത്ത് വയ്ക്കാം. ഇതാരുണ്ടാക്കിയതാ തല്ലിപ്പുളി? ഒന്ന് പതുക്കെ പറ. ഇത് ഷൈനി മരണം കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. നീ വടക്കൊന്നും വാങ്ങിച്ചില്ലേ? ഓ എന്തിന്? എന്താണ് ആവശ്യം ചെലവ് അതൊക്കെ? ഇങ്ങനെ പിശുക്കി പിശുക്കി ജീവിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഒരു അടിച്ചു വിളിക്ക് വേണ്ടേ? അല്ലെങ്കിൽ എന്തൊരു ജീവിതമാണ് അല്ലേ? അതുകൊണ്ട് അവന്റെ കാശുണ്ട് അല്ലേ അളിയാ? ഷൈനി, മാത്യു ഇതവിടെ പോയി കിടക്ക. ഞാൻ മാത്യുവിനെ വിളിക്കുന്നേ, എടുക്കണ്ടേ? ഇനിയിപ്പോ മാത്യു ഇതേം കൂടെ വരാനുള്ളൂ. രണ്ടും കൂടെ കറങ്ങാൻ പോയതായിരിക്കും. എന്റെ പൊന്നു ഷൈനി, ഞാൻ ചോദിച്ചത് തിരിച്ചെടുത്തു. നീ ഇത് പറഞ്ഞ് വെറുതെ ഇനി മാത്യുവിന്റെ അടുത്ത് മുഷിയാൻ നിൽക്കല്ലേ. നാളെ നമുക്ക് എല്ലാവർക്കും കൂടെ എന്റെ പാർട്ടി അടിച്ചു പൊളിക്കാനുള്ളതാ. പ്ലീസ്. നിന്റെ പാർട്ടിയാ, അതുകൊണ്ട് മാത്രം ഞാൻ വരുന്നേ. ഇതിപ്പോ എന്റെ മാത്രം പാർട്ടിയല്ല, വേറൊരു സർപ്രൈസ് കൂടി ഉണ്ട്. എന്ത് സർപ്രൈസ്? അല്ല, അത് നീ നാളെ അറിഞ്ഞാൽ മതി. എന്നോട് പറ. എന്നോട് പറഞ്ഞ എന്താ? ഞാൻ അത്ര കുഴപ്പക്കാരിയാണോ? അത് പിന്നെ അത് ഈ ആരെടുത്തും പറയരുതെന്ന് പറഞ്ഞിട്ട് നയന ജിതേഷിന്റെ അടുത്ത് പറഞ്ഞതാ. ഞാൻ ആരോടും പറയില്ല. നീ മാത്യുവിന്റെ അടുത്ത് പോലും പറയരുത്. ഇല്ലെന്നേ. അത് നമ്മുടെ ആനി കാരിങ്ങാ. ആണോ? എന്റെ പൊന്നുഷനെ നീ വേറെ അടുത്തും പോയി പറഞ്ഞേക്കല്ലേ. ഞാനേ ഫിദനെ വിളിക്കട്ടെ. ഇപ്പൊ കൊണ്ടുവരേ. ചേച്ചി ഒരു ട്രിപ്പ് കഴിഞ്ഞൂട്ടാ. മെറിൻ, ഒരു കാര്യം പറയട്ടെ. എന്താ? ഒരു രഹസ്യ. ഈ പച്ചലഡു ആരും എടുക്കുന്നില്ലല്ലോ. ഇപ്പൊ തീർത്തരാം. പോവാ. എന്താ ലഡു കഴിച്ചില്ലേ? ഇഷ്ടായില്ലേ? കഴിച്ചു. അടിപൊളിയല്ലേ? പച്ചലഡു കഴിച്ചായിരുന്നു? കഴിക്കേ, ഇത് അതിലും സൂപ്പറാ. ഇതല്ലേ പല കളർ ലഡു? എന്നാ കാശാലോ വന്നേ. ഇച്ചായനെ ഒരു കളർ കഴിച്ചാ പോരെ, പ്രശ്നം കഴിഞ്ഞില്ലേ? അയ്യോ ഇച്ചായ, ഒരു കാര്യം പറയാനുണ്ട്. രഹസ്യമാണേ. നമ്മുടെ ആനിച്ചേച്ചി ക്യാരിങ്ങാ. ഇച്ചായനോട് ഇപ്പൊ പറയണ്ടെന്ന് പറഞ്ഞതാ. ഞാൻ ഇച്ചായനോട് പറയാണ്ടിരിക്കോ? ഇച്ചായൻ അറിയാത്ത പോലെ നിന്നാ മതിട്ടാ. ഹലോ ഫിദ, നീ ഇത് എവിടെയാണ്? എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. നീ എന്താ ഫോൺ എടുക്കാത്തത്? ഹലോ, എവിടെയാ? ഞങ്ങൾ താത്താറായി. നീ എവിടെയാ? മുമ്പില്. ആ, കണ്ടു കണ്ടു. ഹലോ. ഹായ്. വലത് കാല് വെച്ച് കയറും. ഇനി കാലം ഏതാന്ന് സംശയം ഉണ്ടെങ്കിലേ ചാടിക്കറിക്കും. എന്റെ പൊന്നാരതി, ചുമ്മാ റാഗിങ്ങാ. ഇതൊന്നും ശ്രദ്ധിക്കണ്ട, കേറിക്കോ. ആക്ച്വലി ഹലോ. ഹായ്. ഹായ്. ഫിദയെ സപ്പോർട്ട് ചെയ്ത് എന്തോ പറയാൻ പോയതാണല്ലോ. പിന്നെന്താ നിർത്തിക്കളഞ്ഞേ? അവിടെ പോയിരിക്കണം. എന്തോന്ന് എടോ ഷൈനി, തനിക്ക് ഗ്രൂപ്പിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഡെപ്ത് അറിയില്ല. അതുകൊണ്ട് താനിങ്ങനെ സംസാരിക്കുന്നു. പിന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ ഡെപ്ത്. ദേ സക്കറിയാനി നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലേ? എന്നിട്ട് അവർക്ക് കുട്ടികളുണ്ടാകാൻ പോകുന്ന കാര്യം മാത്യു അറിഞ്ഞോ? ഇല്ലല്ലോ. എന്നാ ഞാൻ അറിഞ്ഞു. അത്രേ ഉള്ളൂ ഫ്രണ്ട്ഷിപ്പിന്റെ ഡെപ്ത്. ഇനി ഇതിപ്പോ അവരോട് ചോദിക്കാനൊന്നും പോകണ്ട, പറയുമ്പോ അറിഞ്ഞാൽ മതി.